ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ GST പരിഷ്കാരങ്ങൾ സഹായകരമാകുമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. ഗുരുദർശനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും വിലമതിക്കുന്നതാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പിന്തുടരുന്നതിലൂടെ വർഗീയതയും വിഭജന രാഷ്ട്രീയവും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ മറികടക്കാനാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓണാവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പാദവാർഷിക പരീക്ഷയിൽ 30% മാർക്ക് ലഭിക്കാത്തവർക്കുള്ള പഠന പിന്തുണ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 17ാമത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് മറ്റന്നാൾ. അന്ന് വൈകിട്ട് തന്നെ വോട്ടെണ്ണലും നടക്കും. ശ്രീ CP രാധാകൃഷ്ണനും ശ്രീ B സുദർശൻ റെഡ്ഡിയുമാണ് സ്ഥാനാർത്ഥികൾ. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ. സഹകരണ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ സംരംഭകത്വം വളർത്താനും GST പരിഷ്കാരങ്ങൾ സഹായകരമാകുമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രാലയം അറിയിച്ചു. GST നിരക്കിലെ മാറ്റങ്ങൾ രാജ്യത്തെ 10 കോടിയിലധികം ക്ഷീര കർഷകർക്ക് ഗുണം ചെയ്യുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. ഗുരുവിന്റെ 171ാം ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം വിപുലമായ പരിപാടികളാണ് നടക്കുക. ചെമ്പഴന്തി ഗുരുകുലത്തിൽ വൈകുന്നേരം 6:30 നടക്കുന്ന തിരുജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 3 മണിക്ക് ചെമ്പഴന്തിയിൽ നടക്കുന്ന തിരുജയന്തി ഘോഷയാത്ര മന്ത്രി V ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്തുടനീളം ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്ര നടക്കും. ആധുനിക കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് ചാലക ശക്തിയായി മാറാൻ ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകൾക്ക് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യനെ മനുഷ്യനായി കാണാനും ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറം സാഹോദര്യത്തോടെ ജീവിക്കാനും ഗുരുവിന്റെ വാക്കുകൾ പഠിപ്പിക്കുന്നു. വർഗീയതയും വിഭജന രാഷ്ട്രീയവും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ മറികടന്ന് ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത സമൂഹമായി മാറാൻ സാധിക്കട്ടെയെന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും വിലമതിക്കുന്നതാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം വർക്കല ശിവഗിരിയിൽ തിരുജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുരുവിന്റെ ചിന്തകൾ ലോകത്തിന് മുഴുവനുള്ള നിധിയാണെന്നും ഗവർണർ വ്യക്തമാക്കി. As Swami Kal was telling us, all his preachings have gone outside our country also. His followers are there in other countries also. Because Narayan Guru Swami's teachings and principles have no boundaries. It is for whole world. It is the treasure for whole humanity, and that is what we are proud of. ചടങ്ങിൽ മുൻ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ, B ജോയ് MLA എന്നിവർ പങ്കെടുത്തു. 85ാമത് ശ്രീനാരായണ ട്രോഫി കന്നേറ്റി വള്ളംകളി ഇന്ന്. കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കുന്ന മത്സരം ഉച്ചയ്ക്ക് 2-ന് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ചുണ്ടൻ, വെപ്പ്, തെക്കനോടി വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. പ്രസിദ്ധമായ ആലപ്പുഴ പായിപ്പാട് ജലോത്സവം ഇന്ന്. ഉച്ചയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. വള്ളംകളി ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ടെങ്കിലും അച്ചൻകോവിലാറ്റിന്റെ ഇരുകരകളും ജനസമുദ്രമായി മാറിയിരിക്കുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന 40 വള്ളങ്ങളിൽ 10 ജലരാജാക്കന്മാരായ ചുണ്ടന്മാരാണ്. വള്ളങ്ങൾ പായിപ്പാട്ടാറ്റിലൂടെ ഇടയ്ക്കിടെ പരിശീലന തുഴച്ചിലും നടത്തുന്നുണ്ട്. മത്സര വള്ളങ്ങളുടെ ഉദ്ഘാടനം കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിക്കും. KC വേണുഗോപാൽ MP ജലഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. രമേശ് ചെന്നിത്തല MLA സുവനീർ പ്രകാശനം നടത്തും. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര മറ്റന്നാൾ വൈകിട്ട് 4 മണിക്ക് മാനവീയ വീഥിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. വെള്ളയമ്പലത്ത് നിന്നും ആരംഭിച്ച് കിഴക്കേക്കോട്ടയിൽ ഘോഷയാത്ര അവസാനിക്കും. വിവിധ വകുപ്പുകൾ തയ്യാറാക്കുന്ന 60ഓളം ഫ്ലോട്ടുകളും 1000-ൽ പരം കലാകാരന്മാരും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പാദവാർഷിക പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച ശേഷം 30% മാർക്ക് ലഭിക്കാത്തവർക്ക് പഠന പിന്തുണ നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. ജില്ലാ സമിതികളായിരിക്കും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചു. സ്കൂൾ തല വിശകലന യോഗം ചേരാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓണപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നടയ്ക്കും. പൂർണ്ണ ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നതിനാൽ പതിവിന് വിപരീതമായി നട രാത്രി 8:30 അടയ്ക്കുക. വൈകുന്നേരം 4 നട തുറന്ന ശേഷം 6 പടിപൂജ, 6:30 ദീപാരാധന, 7:30 അത്താഴപൂജ എന്നിവ നടക്കും. സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് രാത്രി നേരിട്ട് കാണാം. ഗ്രഹണം 5 മണിക്കൂർ നീണ്ടു നിൽക്കും. ഈ സമയം ചുവപ്പ് നിറത്തിലാകും ചന്ദ്രനെ കാണാനാവുക. ദശാബ്ദത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ദൃശ്യവുമായ ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്നാണ് ഇന്നത്തേത്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകും. ഇന്ത്യൻ സമയം 8:58 മുതൽ പുലർച്ചെ 2:25 വരെയാണ് ഗ്രഹണം. ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലെത്തി ചന്ദ്രനിൽ ഭൂമിയുടെ നിഴൽ പതിക്കുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നാളെ തൃശൂരിൽ പുലികളി നടക്കും. ഇത്തവണ 9 പുലികളി സംഘങ്ങളാണ് ഇറങ്ങുന്നത്. പുലിമടകളിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വർഷങ്ങൾക്ക് ശേഷം സ്വരാജ് റൌണ്ടിൽ 9 പുലിക്കളി സംഘങ്ങളാണ് ഇത്തവണ ഇറങ്ങുന്നത്. പുലിക്കളിക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഇത്തവണ കോർപ്പറേഷൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നാളെ 4:30 സ്വരാജ് റൌണ്ടിലെ തെക്കേ ഗോപുരനടയിൽ വെളിയന്നൂർ ദേശം സംഘത്തിന് മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ മന്ത്രിമാരും MLA-മാരും സംയുക്തമായി ഫ്ളാഗ് ഓഫ് ചെയ്ത് പുലിക്കളിക്ക് ആരംഭം കുറിക്കും. പുലിക്കളി മഹോത്സവത്തിനോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ശക്തമായ ജാഗ്രത തുടർന്ന ആരോഗ്യവകുപ്പ്. ഇന്നലെ അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ മലപ്പുറം തിരുവാലി സ്വദേശിനിയായ സ്ത്രീയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 11 പേരാണ് കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നത്. കണ്ണൂർ എളന്നൂരിൽ പഴശ്ശി പുഴയിൽ കാണാതായ കുട്ടിക്കായുള്ള തെരച്ചിൽ തുടരുന്നു. തെരച്ചിലിന്റെ ഭാഗമായി പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചതായി ഇറിഗേഷൻ വിഭാഗം അറിയിച്ചു. ഡാമിന്റെ റിസർവോയർ പ്രദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി ഇർഫാനെയാണ് ഇന്നലെ വൈകിട്ട് ഒഴുക്കിൽപ്പെട്ടത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. ബീഹാറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. വൈകുന്നേരം 7:30 മത്സരം. ചാമ്പ്യൻഷിപ്പിലെ അവസാന സൂപ്പർ 4 മത്സരത്തിൽ ചൈനയെ 7-0 തകർത്താണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. കേരള ക്രിക്കറ്റ് ലീഗ് കലാശപ്പോര് ഇന്ന്. 2ാം പതിപ്പിന്റെ ഫൈനലിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏരീസ് കൊല്ലം സെലേഴ്സുമാണ് ഏറ്റുമുട്ടുന്നത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:45 മത്സരം. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ഇറ്റലിയുടെ യാനിക് സിന്നർ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനെ നേരിടും. വനിതാ സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരം ആര്യന സബലങ്ക കിരീടം നിലനിർത്തി. യുഎസിന്റെ അമാൻഡ അനിസിമോവയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ബെലറൂസിന്റെ സബലങ്ക US ഓപ്പൺ കിരീടം നേടിയത്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 15 അവസാനിക്കും. അപേക്ഷ ഇനിയും സമർപ്പിക്കാത്തവർ incometax.gov.in ഓൺലൈനായി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 9,945 രൂപയും പവന് 79,560 രൂപയുമാണ് ഇന്നത്തെ വില. കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വളരെ മോശം പ്രവൃത്തിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം മർദ്ദനക്കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി തൃപ്തികരമല്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ശ്രീ സണ്ണി ജോസഫ് കണ്ണൂരിൽ ഇരിട്ടിയിൽ പറഞ്ഞു. സമാന പരാതികളുള്ള സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമമനുസരിച്ച് ശേഖരിക്കുമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടജറ്റ് അറിയിച്ചു. പന്നിശല്യം രൂക്ഷമായതിനെ തുടർന്ന് ചുങ്കത്തറയിൽ 9 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വൈൽഡ് ലൈഫ് വാർഡൻ കൂടിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ രാത്രികാല നിരീക്ഷണത്തിനിടയിലാണ് എംപാനൽ ഷൂട്ടർ ഉൾപ്പെട്ട സംഘം കാട്ടുപന്നികളെ വെടിവെച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ GST പരിഷ്കാരങ്ങൾ സഹായകരമാകുമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി. ഗുരുദർശനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും വിലമതിക്കുന്നതാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പിന്തുടരുന്നതിലൂടെ വർഗീയതയും വിഭജന രാഷ്ട്രീയവും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ മറികടക്കാനാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ഓണാവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പാദവാർഷിക പരീക്ഷയിൽ 30% മാർക്ക് ലഭിക്കാത്തവർക്കുള്ള പഠന പിന്തുണ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.